ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും വീണ്ടും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മുടെ വീട്ടിൽ ശല്യക്കാരായിട്ടുള്ള കൊതുകിനെയും ഈച്ചേനെയും പ്രാണിനെയൊക്കെ ഓടിക്കാനായിട്ടുള്ള ഒരു അടിപൊളി ടിപ്പായിട്ടാണ് കേട്ടോ ഞാൻ വന്നിട്ടുള്ളത്. അപ്പോൾ ഇപ്പോൾ മഴക്കാലം ആയതുകൊണ്ട് തന്നെ ഒരുപാട് ശല്യം കാണും നമ്മൾ കൊതുകിനെ കൊണ്ടും, അതുപോലെ പ്രാണി ഈച്ച ഇവരെ കൊണ്ടൊക്കെ നല്ല ശല്യം കൂടുതലായിരിക്കും. അപ്പോൾ ഇവരെ നമുക്ക് ഓടിക്കാനായിട്ടുള്ള ഒരു അടിപൊളി ടിപ്പാണ് കേട്ടോ ഞാൻ കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് അതെന്താണെന്ന് നോക്കാം. ഞാൻ അതിനായിട്ട് എടുത്തിരിക്കുന്നത് നമ്മൾ നാരങ്ങയുടെ നീരൊക്കെ പിഴിഞ്ഞെടുത്തതിന് ശേഷം നമ്മൾ കളയാൻ വെച്ചിരിക്കുന്ന ഒരു തോടാണ് കേട്ടോ. ആ തോട് ഞാൻ എടുത്തിട്ടുണ്ട്. അത് ഇതുപോലെ ഒന്ന് മറിച്ചെടുത്തിട്ടുണ്ട്. കുറച്ച് വലിയ നാരങ്ങയാണെങ്കിൽ നമുക്കിതുപോലെ ഒന്ന് കുഴിയാക്കി എടുക്കാൻ പറ്റും കേട്ടോ. എന്നിട്ട് നമുക്കിതുപോലെ ഒന്ന് മറിച്ച് ഇങ്ങനെ എടുക്കണം. അതിനുശേഷം നമുക്കിത് ഒരു സ്റ്റാൻഡ് വേണം വെക്കാനായിട്ട്, അല്ലാതെ നമ്മൾ വെച്ചാൽ ഇത് മറിഞ്ഞു പോകും. അപ്പോൾ എന്തെങ്കിലും ഒരു അടപ്പോ എന്തെങ്കിലും എടുത്തിട്ട് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കുക കേട്ടോ. ഇനി നമുക്ക് വേണ്ടത് എണ്ണയാണ്. ഞാനിവിടെ എടുത്തിരിക്കുന്നത് വേപ്പെണ്ണയാണ്. അപ്പം വേപ്പെണ്ണ ഉണ്ടെങ്കിൽ ഒന്നുകൂടി നല്ലതാണ്. അപ്പോൾ ഇല്ലയെന്നുണ്ടെങ്കിൽ കടുകെണ്ണയോ അല്ലെങ്കിൽ നെയ്യ് വേണമെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാം കേട്ടോ. നെയ്യുടെ മണമൊക്കെ അടിക്കുമ്പോൾ തന്നെ പ്രാണികൾ പിന്നെ പ്രദേശത്തെ വരത്തില്ല. അപ്പം ഞാനിവിടെ വേപ്പെണ്ണ ഇങ്ങനെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കുറച്ച്. അപ്പോൾ ഇനി അതിന് ശേഷം ഞാൻ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് കർപ്പൂരമാണ്. ഒരു 2 കർപ്പൂരം കൂടെ ഞാൻ കൈകൊണ്ടൊന്ന് ഇതുപോലെ പൊടിച്ചതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്കിതിലേക്ക് ഒരു തിരി ഇട്ട് കൊടുക്കാം. അപ്പം നമ്മൾ വിളക്കിലൊക്കെ കത്തിക്കാൻ ഉപയോഗിക്കുന്ന തിരിയാണ്. ഇതില്ലാന്നുണ്ടെങ്കിൽ നമുക്ക് തുണിയൊക്കെ വെള്ള തുണി ഉണ്ടെങ്കിൽ അതിങ്ങനെ ചുരുട്ടിയിട്ട് വെച്ച് കൊടുത്താലും മതി. ഇനി നമ്മൾ ഈ തിരി ഈ വെണ്ണയിലേക്കൊന്ന് ഡിപ്പ് ചെയ്തതിന് ശേഷം നമുക്കൊന്ന് വെച്ച് കൊടുത്തിട്ട് നമുക്ക് കത്തിക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ കർപ്പൂരത്തിൻ്റെയൊക്കെ നല്ലൊരു സ്മെല്ലായിരിക്കും നമ്മുടെ വീടിനുള്ളിൽ കത്തിച്ച് വെക്കുമ്പം. കർപ്പൂരം ഉള്ളതുകൊണ്ട് തന്നെ നല്ലൊരു പോസിറ്റീവ് എനർജി നമുക്ക് കിട്ടും വീടിനുള്ളിൽ. ഇനി നമുക്കിത് കത്തിച്ചിട്ട് നമ്മുടെ വീടിനുള്ളിൽ റൂമിലെല്ലാ ഭാഗത്തും കുറച്ച് സമയം നമ്മളിതുകൊണ്ട് വെച്ച് കൊടുത്താൽ മതി. ആ റൂമിലേക്കോ ആ സ്ഥലത്തേക്കൊന്നും പിന്നെ പ്രാണികളുടെ ശല്യം, ഈച്ചയുടെ പ്രാണിയുടെ ഒന്നും ശല്യം ഉണ്ടാവില്ല. അതുപോലെ കൊതുകും പിന്നെ നമ്മുടെ വീടിനുള്ളിലേക്ക് വരത്തില്ല. വേപ്പെണ്ണയുടെയും കർപ്പൂരത്തിൻ്റെയൊക്കെ ആ ഒരു സ്മെല്ല് പ്രാണികൾക്കൊന്നും ഒട്ടും ഇഷ്ടമല്ല. അപ്പോൾ ഈ ഒരു സ്മെല്ലടിക്കുമ്പോൾ തന്നെ അവർ അവിടെ നിന്ന് പൊയ്ക്കോളും. അവരുടെ ശല്യം പിന്നെ ഉണ്ടാവത്തേ ഇല്ല കേട്ടോ. അപ്പോൾ കൊതുകിനെയും പ്രാണിനെയൊക്കെ ഓടിക്കാനുള്ള ഒരു അടിപൊളി ടിപ്പാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്